Good morning. Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ഓർക്കുന്നോ? എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? എവിടെ വരെയാണ് നമ്മൾ എടുത്തത്? ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞു. പ്രിവെൻഷൻ അല്ലേ എടുത്തോണ്ടിരുന്നേ? അതെ, പ്രിവെൻഷനിൽ ഹാൻഡ് വാഷിംഗ് വരെ എടുത്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരാണെങ്കിൽ ലാസ്റ്റ് ഭാഗമാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആയിരുന്നോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? HA എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ഏതെന്തൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, HA, പിന്നെ എന്താണ്? ഇന്നലെ നമ്മൾ പഠിച്ചതല്ലേ, മറന്നുപോയോ? നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നു. ശരി, ഈ നോസോകോമിയോൺ എന്ന് പറയുന്ന വേർഡ് ഏത് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതാ? ഏത് വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്? ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാ? നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് അല്ലെ? ഇനി അതിന്റെ മീനിങ് എന്താണ്? എന്താണ് ആ വേർഡിന്റെ മീനിങ്? വെരി ഗുഡ്, ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? ഹോസ്പിറ്റൽ എന്നാണ്. ഓക്കെ, അപ്പൊ അത്രയും നമ്മുടെ ആ ഒരു ആദ്യ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ ഇനി എന്താണ് ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എന്താണ് ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താ? നമുക്ക് എങ്ങനെ ലഭിക്കുന്നതാ അല്ലെങ്കിൽ എവിടെ നിന്ന് ലഭിക്കുന്നതാണ്? ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്നോ അല്ലെ? അതെ, അങ്ങനെ വരുന്ന നമുക്ക് ലഭ്യമാകുന്ന ഇൻഫെക്ഷൻസിനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിലും അതുപോലെ ആൻസറിലും ഒക്കെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് തന്നെ ഉണ്ടാവണം എന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് മീൻസ് ആ പേരുകൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ചിലപ്പോ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നായിരിക്കും ഓപ്ഷനിലും ക്വസ്റ്റ്യനിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരരുത്. ആ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. അതുപോലെ നമ്മൾ പഠിച്ചിരുന്നു, നെക്സ്റ്റ് കുറെ സിംറ്റംസ് പഠിച്ചു ഇല്ലേ? മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് HAs പഠിച്ചില്ലേ? ഏതൊക്കെയാ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് HAs പഠിച്ചത്? ഏതൊക്കെയാ പഠിച്ചേ? UTA പഠിച്ചു, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പഠിച്ചു. ശരി, നെക്സ്റ്റ് വേഗം പറ. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, പിന്നെ ഒരെണ്ണോടി പഠിച്ചില്ലേ? ന്യൂമോണിയ. ഓക്കെ, ഇത്രയും കോമൺ ടൈപ്സ് ഓഫ് HAs ആണ് വരുന്നതെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അതിന്റെ സിംറ്റംസ് അറിയാലോ. അതുപോലെ നമ്മൾ സോഴ്സസ് പഠിച്ചു, ഏതൊക്കെയാണ് സോഴ്സസ് അതിന്റെ പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഏതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് പഠിച്ചത്? ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. അതാണ് അതിന്റെ ഹെഡിങ് വരിക അല്ലെ? അതിനുള്ളിൽ ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട് അല്ലേ? സെക്കൻഡ് വൺ ഏതാ പഠിച്ചേ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പഠിച്ചു അല്ലെ? ഇതൊക്കെ എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ. തേർഡ് വൺ ഏതാ പഠിച്ചേ? എയർ ബോൺ ട്രാൻസ്മിഷൻ പഠിച്ചു. ഫോർത്ത് വൺ വേറെ രണ്ടും കൂടി പഠിച്ചില്ലേ? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനും ഉണ്ട്. വെക്ടർ ബോൺ ട്രാൻസ്മിഷനും ഉണ്ട്. ശരി, ഇനി
നമ്മൾ അടുത്തത് പ്രിവെൻഷൻ ആണ് പഠിച്ചത് അല്ലെ, പ്രിവെൻഷൻ ആണ് പഠിച്ചത്. പ്രിവെൻഷനിൽ എന്തൊക്കെയാ പഠിച്ചേ? സാനിറ്റേഷൻ പഠിച്ചു. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതിൽ എന്താ നമ്മൾ ശരിക്കും പഠിച്ചത്? സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഹാൻഡ് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ പ്രധാനമായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന എല്ലാ സർഫസുകളും സാനിറ്റൈസ് ചെയ്യുക, അതുപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് എല്ലാ ഹോസ്പിറ്റലിലും സ്ഥാപിക്കുക അല്ലെ. അതൊക്കെയാണ് അതിൽ നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഹാൻഡ് വാഷിംഗ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ വളരെയധികം കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്ന ഒന്നാണ്. ശരിയല്ലേ? ഇനി രണ്ടാമത് പഠിച്ചത് നമ്മൾ ഏതാ? സ്റ്റെറിലൈസേഷൻ. ഓക്കെ, സ്റ്റെറിലൈസേഷന് നമ്മൾ എന്താ പറഞ്ഞത്? സാനിറ്റേഷനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരുപാട് വലിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോബ്സിനെ ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതാണ് ഏറ്റവും നല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് വേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. തേർഡ് വൺ എന്താ നമ്മൾ പഠിച്ചത്? ഐസൊലേഷൻ അല്ലെ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഐസൊലേറ്റഡ് ആയിട്ടുള്ള കേസസ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ, ഇൻഫെക്ഷൻ ഉള്ള കേസസ് വരുമ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് റൂമുകളിൽ അവരെ പ്രവേശിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് മറ്റുള്ളവരുടെയും അവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും അവിടെ മറ്റു പേഷ്യൻസിന്റെ ഒക്കെ സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താനും ആ ഇൻഫെക്ഷൻ പകരുന്ന ആ ഒരു രീതിയെ അല്ലെങ്കിൽ ആ ഒരു പകരുന്ന ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷനെ നമുക്ക് തടയാനും സാധിക്കുന്നത് അല്ലേ. പറഞ്ഞില്ലേ? ലാസ്റ്റ് വൺ നമ്മൾ ഏതാണ് പഠിച്ചു നിർത്തിയത്? ഹാൻഡ് വാഷിംഗ് അല്ലെ. ശരിയാണ്. ഹാൻഡ് വാഷിംഗിൽ എന്തൊക്കെയാ പഠിച്ചേ? എന്തൊക്കെ കാര്യങ്ങളാ? സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ആണ് നമ്മൾ പഠിച്ചു അല്ലെ. സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ആണ് നമ്മുടെ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസിന്റെ അപകട സാധ്യതകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. എപ്പോഴും നമ്മള് ഒരു പേഷ്യന്റിനുമായിട്ട് കോണ്ടാക്ട് വരുമ്പോ അവരുമായിട്ട് കോണ്ടാക്ട് വന്ന മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, മറ്റൊരു വ്യക്തിക്ക് പരിചരണം കൊടുത്തു, അടുത്തൊരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ എക്സ്ക്രീഷൻസോ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം അടുത്ത ആളുകളിലേക്ക് വരാനായിട്ട്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സോ മറ്റെന്തെങ്കിലും സാധനങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാലോ അതിനുശേഷവും നമ്മൾ കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം. അത് നല്ലൊരു പ്രിവെന്റിംഗ് മെഷർ ആയിട്ട് കണക്കാക്കുന്ന കാര്യമാണ്. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമ്മള് പ്രിവെൻഷൻ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇന്ന് നിങ്ങൾ ഓൾറെഡി വേറെ പല ചാപ്റ്റേഴ്സിലും നമ്മൾ ഈ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE. അതിന്റെ എക്സ്പാൻഡ് ഫോമും ചോദിക്കാറുണ്ട് കേട്ടോ. PPEയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ വരുന്നത്? എന്താണ് ശരിക്കും ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാലോ. എന്താണ് ശരിക്കും ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്ക് ഇൻഫെക്ഷൻസ് വരാതെ ഇരിക്കാം, അതിനു വേണ്ടിയിട്ട് അതെ നമ്മുടെ ബോഡി അല്ലെ, ഒരു വ്യക്തിയെ, ഇപ്പൊ നമ്മളൊരു വ്യക്തിയാണ് അല്ലെ, നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? നമ്മൾ ഓരോരുത്തരും അതെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആണ്. ഓരോ വ്യക്തിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പേഴ്സണൽ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ മേഖലയാകുമ്പോൾ അല്ലെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ നമുക്ക് ധരിക്കാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഗ്ലൗസുകൾ ധരിക്കണം വേണ്ടേ? ആളുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്ലൗസുകൾ ധരിക്കണം, ഗൗൺസ് ധരിക്കണം, അതുപോലെ തന്നെ മാസ്ക് ധരിക്കണം, ഐവെയർസ് കണ്ണടകൾ പോലെ എന്തെങ്കിലുമൊക്കെ ധരിക്കുക. അതുപോലെ യൂസ് ബ്ലോക്കേഡ്സ് ദാറ്റ് പ്രൊട്ടക്ട് സ്കിൻ, clothing, mucous membranes and the respiratory tract from infectious agents. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഗ്ലൗസുകൾ ധരിക്കുക, ഗൗൺസ് ധരിക്കുക. ഏതൊക്കെയാണെന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഗ്ലൗസ്, ഗൗൺസ്,
മാസ്ക്, അതുപോലെ തന്നെ ഐവിയർസ് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ടു മേക്ക് ബ്ലോക്കേഡ് ദാറ്റ് പ്രൊട്ടക്ട് സ്കിൻ, ക്ലോത്തിങ്, മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ഇൻഫെക്ഷ്യസ് ഏജൻസ്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസുകളിൽ നിന്നും നമ്മുടെ ശ്വസന വ്യവസ്ഥയെയും അതുപോലെ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻസിനെയും നമ്മുടെ ഡ്രസ്സുകളെയും അതുപോലെ നമ്മുടെ സ്കിന്നിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു, അല്ലെ? ഐവെയർസ് യൂസ് ചെയ്തുകൊണ്ട്. നമ്മുടെ ഗ്ലൗസ് ധരിക്കുന്നത് എന്താ? നമ്മുടെ കൈയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലൊരു പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കുക. ശരിയല്ലേ? ഗൗൺസ് ധരിക്കുമ്പോൾ നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മുടെ ബോഡി ആയിക്കോട്ടെ, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം, അല്ലെ? നമ്മുടെ ഫേസ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസിൽ നിന്നും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെ, നമ്മുടെ ക്ലോത്തിങ്ങിനെ, നമ്മുടെ സ്കിന്നിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു തടസ്സം സൃഷ്ടിക്കുകയും അതിലൂടെ നമുക്ക് ഒരു പരിധി വരെ പല ഇൻഫെക്ഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലൗസ് എന്ന് പറയുന്നത്. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് വാഷിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടാതെ ഗ്ലൗസ് പ്ലേസ് എ pivotal role in the possibilities of transmission of microorganisms. അപ്പൊ ഇവിടെ ബിസൈഡ് ഹാൻഡ് വാഷിംഗ് മാത്രമല്ല, അല്ലാതെ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ട്രാൻസ്മിഷനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു വേർഡും കൂടി അവിടെ ചേർക്കണോണ്ടാണ്. Gloves plays a pivotal role in the possibility of reducing transmission of microorganism. മൈക്രോഓർഗാനിസത്തിന്റെ ട്രാൻസ്മിഷന്റെ അതിന്റെ ആ ഒരു സാധ്യത, ആ ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പകരുന്നതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സുപ്രധാന പങ്ക് എന്ത് വഹിക്കുന്നുണ്ട്? ഗ്ലൗസ് ധരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ആ വ്യക്തിയുടെ പ്രൊട്ടക്ഷനും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ അവർ കൈകാര്യം ചെയ്യുന്ന മറ്റാളുകളുടെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അത് കൂടാതെ ഗ്ലൗസ് ധരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫിഫ്ത് വൺ വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇതെല്ലാം പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് സിക്സ്ത് വൺ ആണ് അഡീഷണൽ പ്രിക്കോഷൻ. ഇനി അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് മുൻകരുതലുകളാണ് പറയുന്നത്. അതിൽ ഇപ്പൊ എയർബോൺ പ്രിക്കോഷൻസ്, അതായത് എയർബോൺ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ദിസ് കൺസിസ്റ്റ് ഓഫ് വെയർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു എയർബോൺ പ്രിക്കോഷൻ ആവുമ്പോൾ നമുക്കറിയാം എയറിലൂടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻസ് ഏജൻസ് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിവിജ്വൽ റൂമുകൾ അവർക്ക് കൊടുക്കാം, അല്ലെ? ആ ഒരു എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, സഫീഷ്യന്റ് വെന്റിലേഷൻ ഒക്കെ ഉള്ള ഇൻഡിവിജ്വൽ റൂമുകൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ കൺസിസ്റ്റ് ഓഫ് വെയർ പോസിബിൾ, സാധ്യമാണെങ്കിൽ ഒരു നെഗറ്റീവ് പ്രഷർ ആണ്. ഇപ്പൊ നമുക്ക് ഡോറൊക്കെ ക്ലോസ് ചെയ്യും, ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലേ? എല്ലാവർക്കും ഇങ്ങനെ ചില ആളുകൾക്ക് ഡോർ ക്ലോസ് ചെയ്തിടുന്നതായിരിക്കാം ചിലപ്പോൾ ഇഷ്ടം. പക്ഷെ ചില ആളുകൾക്ക് ഡോർ അവർക്കൊരു ഡോർ ക്ലോസ് ചെയ്ത് ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യാം, ഇല്ലേ? ചില ആളുകൾ പറയാറില്ലേ, ഈ വാതിൽ എന്തിനാ അടിച്ചിട്ടിരിക്കുന്നത്, തുറന്നിടുക പറയും, അല്ലെ? ചിലപ്പോൾ അവർക്ക് ഒരു സഫോക്കേഷനോ ബുദ്ധിമുട്ടോ ഒക്കെ തോന്നും. അതൊരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഇത്തരം ആളുകളെ താമസിപ്പിച്ചിട്ടുള്ള റൂമുകളുടെ ഡോർ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്തിടാം. സാധ്യമാണെങ്കിൽ മാക്സിമം അത് ക്ലോസ് ചെയ്തിടാം. അപ്പൊ ഈ ഒരു എയറിലേക്ക് ഇവരുടെ ആ ഒരു ഇൻഫെക്ഷൻസ് ഏജൻസ് വരുന്നതിനെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? തടയാനായിട്ട് പറ്റും, ഇല്ലേ? പറ്റില്ലേ? അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻറ്ററിംഗ് ദ റൂം. ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് നല്ല കാര്യക്ഷമമായിട്ടുള്ള ഹൈ എഫിഷ്യൻസി മാസ്കുകൾ ആര് ധരിച്ചിരിക്കണം?
സ്റ്റാഫുകൾ, അവരെ പരിചരിക്കാൻ വരുന്ന സ്റ്റാഫുകൾ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് നല്ല ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള മാസ്കുകൾ ധരിച്ചിട്ടായിരിക്കണം അവർ ഈ ഒരു റൂമിലേക്ക് കയറേണ്ടത്. അതുപോലെ പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം, ഒരു പരിമിതമായ റൂമിലായിരിക്കണം പേഷ്യൻസിനെ താമസിപ്പിക്കേണ്ടത്. അവിടെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിയന്ത്രണത്തിലുമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എയർബോൺ പ്രിക്കോഷൻസുമായി ബന്ധപ്പെട്ടാണ്, എയർബോൺ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻകരുതൽ എടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമുകൾ കൊടുക്കുക, വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, മതിയായ വെന്റിലേഷനും വായുസഞ്ചാരവും ഒക്കെ ഉള്ള ഇൻഡിവിജ്വൽ റൂമുകൾ കൊടുക്കുക. മാക്സിമം അത് നെഗറ്റീവ് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ പോലും സാധ്യമാണെങ്കിൽ ഡോറുകൾ എപ്പോഴും ക്ലോസ് ചെയ്തിടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റാഫുകളെ ഈ ഒരു റൂമിലേക്ക് പരിചരണം കൊടുക്കാനോ മരുന്നുകൾ കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഹൈ എഫിഷ്യൻസി ഉള്ള മാസ്കുകൾ ധരിച്ച് വേണം എൻ്റർ ചെയ്യാനായിട്ട്. അതുപോലെ പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം, അതുപോലെ ഒരു പരിമിതമായ റൂമുകളിലായിരിക്കണം പേഷ്യൻസിനെ താമസിപ്പിക്കേണ്ടത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ എയർബോൺ പ്രിക്കോഷൻസ്. ഓക്കെ അല്ലേ? Then next one ആണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത് സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ്. ഇവിടെയും നമുക്ക് ലഭ്യമാണെങ്കിൽ പേഷ്യൻസിന് സെപ്പറേറ്റ് റൂമുകൾ കൊടുക്കാം. സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നുണ്ട് അവിടെ. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ, അതായത് N95 പോലെയുള്ള വളരെ പ്രൂഫ് ആയിട്ടുള്ള, അതായത് ഇൻഫെക്ഷസ് ഏജൻസിൽ നിന്നൊക്കെ വളരെ മുക്തി നേടുന്ന രീതിയിലുള്ള നല്ല നല്ല മാസ്കുകൾ അവർ ധരിക്കണം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാസ്കുകൾ ധരിക്കണം. നോട്ട് എ ഗോസ് മാസ്ക് എന്ന് പറഞ്ഞാൽ തുണികൾ കൊണ്ടൊക്കെ നമ്മൾ നെയ്തെടുക്കുന്ന മാസ്കുകളൊക്കെ ഇല്ലേ, അപ്പൊ അത്തരത്തിലുള്ള മാസ്കുകൾ അത്ര അധികം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവയല്ല, അത് പ്രൊട്ടക്ഷൻ അധികം കിട്ടുകയില്ല. അപ്പൊ അതേസമയം അതിന് പകരം ഈ N95 പോലെയുള്ള സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള മാസ്കുകളാവാം, ഫേസ് ഷീൽഡുകളാവാം, അതൊക്കെ അവരുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് യൂസ് ചെയ്യുക. പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. ഇങ്ങനെ ഒരു എന്താണ് ഇൻഫെക്ഷൻ ഉള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ശക്തിയായിട്ടുള്ള ചുമയോ കാര്യങ്ങളോ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ മൂവ്മെന്റ്സ് പരമാവധി എന്ത് ചെയ്യുക, അവരുടെ അങ്ങോട്ട് പുറത്തേക്ക് പോകുന്ന മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വെയർ എ സ്റ്റാൻഡേർഡ് മാസ്ക്. ഇൻ കേസ് അവർക്ക് ആ ഒരു റൂമിൽ നിന്ന് എന്തെങ്കിലും ടെസ്റ്റുകൾക്കോ കാര്യങ്ങൾക്കോ പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കാം, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ directed to wear a standard surgical mask use ചെയ്യുക whenever he or she leaves the room. ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിർബന്ധമായിട്ട് ഒരു മാസ്ക്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാസ്ക് ധരിച്ച് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സാധ്യമാണ്, അവൈലബിൾ ആണ് എങ്കിൽ അവർക്ക് സെപ്പറേറ്റ് റൂം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒക്കെ ഈ റൂമുമായി ബന്ധപ്പെട്ട് അവരുടെ ആ റൂമിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മാസ്കുകൾ ധരിക്കുക. തുണി കൊണ്ടുള്ള മാസ്കുകൾ ധരിക്കാതെ, അല്ലെങ്കിൽ ഫേസ് ഷീൽഡുകളോ മുതലായവയൊക്കെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ധരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ മൂവ്മെന്റ്, അവരുടെ ആ ഒരു ചലനവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു റൂമിൽ നിന്ന് പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിയന്ത്രിക്കണം. ഇനി എപ്പോഴെങ്കിലും ഇനി അവർക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ അത്യാവശ്യമായിട്ട് പുറത്തു പോകണം എന്ന ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവർ പുറത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ ധരിച്ച് വേണം ആ റൂമിലേക്ക് പുറത്തേക്ക് പോകാനായിട്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഓക്കെ അല്ലേ? വായിച്ചു. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് കോണ്ടാക്ട് പ്രിക്കോഷൻ ഓർ ഐസൊലേഷൻ. കോണ്ടാക്ട് പ്രിക്കോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അവർക്ക് സാധ്യമാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് റൂം തന്നെ കൊടുക്കുക. സ്റ്റാഫ് ഷുഡ് വെയർ ഗ്ലൗസ് വെൻ ദേ എൻ്റർ ദ റൂം.
ആ ഒരു റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ ആണല്ലോ. അപ്പൊ അവര് ഗ്ലൗസുകൾ എന്തായാലും സ്റ്റാഫ്സ് നിർബന്ധമായിട്ടും ധരിക്കുക. സ്റ്റാഫ് ഷുഡ് വെയർ എ ഗൗൺ ഡ്യൂറിംഗ് പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസോ മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്തോ സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും ഗൗൺസുകളും ഗ്ലൗസുകളും ഒക്കെ ധരിക്കുക. അതുപോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പും ശേഷവും നമ്മുടെ അവരുടെ ആ ഒരു സ്റ്റാഫുകളുടെ ഹാൻഡ്സ് എന്ത് ചെയ്യുക, ശരിയായ രീതിയിൽ വാഷ് ചെയ്യുക. ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. പുറത്തേക്കുള്ള പേഷ്യൻസിന്റെ മൂവ്മെന്റ് ഒരു പരിധി വെക്കുക. ഒരു പരിമിതമായിട്ടുള്ള മൂവ്മെന്റ് മാത്രമേ നമ്മൾ സാധിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ കോണ്ടാക്ട് പ്രിക്കോഷനോ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പേഷ്യൻസിന് അവൈലബിൾ ആണെങ്കിൽ സെപ്പറേറ്റ് റൂം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്റ്റാഫുകൾ ആ റൂമിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്ലൗസുകൾ ധരിച്ചിരിക്കുക. അതുപോലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോണ്ടാക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിൽ അവർ ഗൗണുകൾ ധരിക്കുക. അതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർവീസുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ പേഷ്യൻസുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായ ഗൗൺസുകൾ ധരിച്ചായിരിക്കണം അത് ചെയ്യേണ്ടത്. അതുപോലെ പേഷ്യൻസിനെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യുക, ആ കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ഹാൻഡ്സ് എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. അതുപോലെ പേഷ്യൻസിന്റെ മൂവ്മെന്റ് അടുപ്പിൽ നിന്ന് പുറത്തേക്കുള്ള പേഷ്യൻസിന്റെ മൂവ്മെന്റിനെ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക. വേഗം ഒന്ന് വായിച്ചേ കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോട്ടെ. നെക്സ്റ്റ് വണ്ണാണ്, സെവൻത് വണ്ണാണ് ആന്റി മൈക്രോബിയൽ സർഫസസ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന സർഫസസ് ഉണ്ടല്ലോ, അത് ആന്റി മൈക്രോബിയൽ ആക്കാന്നുള്ള മൈക്രോബ്സിനെ അവിടെ നിന്ന് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി നമ്മൾ എന്താണ് ഡിസ്പെൻസേഴ്സോ ആൽക്കഹോൾസോ എന്തെങ്കിലും എന്താണ് ടച്ച് ചെയ്യുന്ന സർഫസസ് സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ അണുവിമുക്തമാക്കാന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടച്ച് സർഫസസ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂംസ്. അപ്പൊ ഹോസ്പിറ്റൽ റൂമുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന പ്രതലങ്ങളാണ് ബെഡ് ട്രേസ് അല്ലേ, കോൾ ബട്ടൺസ്. നഴ്സസിനൊക്കെ വിളിക്കാനായിട്ട് കോൾ ബട്ടൺസ് ഉണ്ടാവും അല്ലേ, ടച്ച് പ്ലേറ്റ്സുകള്, അതുപോലെ ചെയറുകള്, അതിന്റെ അവിടുത്തെ ഡോർ ഹാൻഡിലുകള്, ലൈറ്റിന്റെ സ്വിച്ചസ്, ഗ്രാബ് റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഹോൾഡ് ചെയ്തൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കിംഗ് സ്റ്റിക്കുകൾ പോലെയുള്ള വെക്കില്, അപ്പൊ അത്തരം കാര്യങ്ങള്. ഇൻട്രാവീനിയസ് പോൾസ്, എന്താണ് നമ്മൾ ഡ്രിപ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡില്ലേ, റൂമുകളിൽ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിൽ ചെയ്യും, അതാണ് ഇൻട്രാവീനസ് പോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു സ്റ്റാൻഡിനെയാണ്. ദെൻ ഡിസ്പെൻസേഴ്സ്, ഇപ്പോ ആൽക്കഹോൾ ജെല്ലോ പേപ്പർ ടവലോ സോപ്പ് കണ്ടെയ്നേഴ്സോ വെക്കുന്ന അത് ലഭ്യമാകുന്ന ഡിസ്പെൻസേഴ്സ് ഉണ്ട്. ഡ്രസ്സിംഗ് ട്രോളികള്, കൗണ്ടേഴ്സ്, ടേബിൾ ടോപ്പ് ആർ നോൺ ടു ബി കണ്ടാമിനേറ്റഡ്. ഇതെല്ലാം മലിനമാകാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർഫസ് ഏരിയാസ് ആണ്. സോ ഹെൻസ് ടച്ച് സർഫസ് ഇൻ ഹോസ്പിറ്റൽ റൂംസ് ക്യാൻ ആക്ട് ആസ് എ സോഴ്സസ് അല്ലെ. അപ്പൊ ഇത്തരം ഏരിയാസിൽ അല്ലെങ്കിൽ ഇത്തരം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസുകൾ നമ്മൾ ടച്ച് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇതൊരു സ്രോതസ്സായിരിക്കും അല്ലെ, മൈക്രോബ്സിന്റെ ഇൻഫെക്ഷൻ പടരുന്നതിനുള്ള ഒരു സ്രോതസ് അല്ലെങ്കിൽ ഉറവിടമായി മാറുന്നുണ്ട് അല്ലെ. ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് ഇല്ലേ. അത് ടച്ച് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ നിന്നോ വിസിറ്റേഴ്സിൽ നിന്നോ അത് പേഷ്യൻസിലേക്ക് എത്താലോ അല്ലെ. സോ കീപ് ദ സർഫസസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസം. അതുകൊണ്ട് തന്നെ ഇത്തരം ടച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടച്ച് ചെയ്യുന്ന സർഫസുകളെല്ലാം മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ട് നിലനിർത്തുക എന്നതാണ് ആന്റി മൈക്രോബിയൽ സർഫസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെവൻത് വൺ ആന്റി മൈക്രോബിയൽ സർഫസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ടച്ച് ചെയ്യുന്ന പ്രതലങ്ങൾ, പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ റൂമുകളിലെ റൂമുകള്, അതുപോലെ അവിടുത്തെ ബെഡ് റെയിൽസ്, കോൾ ബട്ടൺസ്, ടച്ച് പ്ലേറ്റ്, ചെയറുകള്, ഡോർ ഹാൻഡില്, ലൈറ്റിന്റെ സ്വിച്ചസ്, ഗ്രാബ് റെയിൽസ്, വാക്കിംഗ് സ്റ്റിക്ക് പോലെയുള്ളവയൊക്കെയാണ് കേട്ടോ. ഇൻട്രാവീനസ് സ്റ്റാൻസ്, ഡ്രിപ്സ് ഒക്കെ കൊടുക്കുന്ന സ്റ്റാൻസ്.
അതുപോലെ തന്നെ ആൽക്കഹോൾ ജെല്ലോ, പേപ്പർ ടവലോ, സോപ്പൊക്കെ നൽകുന്ന ഡിസ്പെൻസേഴ്സ്, ഡ്രസ്സിംഗ് ട്രോളി, കൗണ്ടർ, ടേബിൾ ടോപ്പ് മുതലായവയെല്ലാം കണ്ടാമിനേറ്റഡ് ആവും അല്ലെങ്കിൽ മലിനമാവാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. ഇവിടെ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സോ വിസിറ്റേഴ്സോ പേഷ്യൻസോ ഒക്കെ അവിടെ ടച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിലേക്ക് ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം സർഫസുകളൊക്കെ മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ട് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേഗം വായിച്ചു നോക്കിയാട്ട് ആന്റി മൈക്രോബിയൽ സർഫസസ്. വേണോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റും ഇതിൽ വരുന്ന കാര്യം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വേറൊരു ടോപ്പിക് അല്ല കേട്ടോ. നെക്സ്റ്റ് വൺ 8th ആണ് കേട്ടോ. 8ാമത്തെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും നിർബന്ധമായിട്ടും വേണ്ട ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. അറിയോ? കേട്ടിട്ടുണ്ടോ അത്? ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അതില് കുറെ അധികം മെമ്പേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതാരൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലയബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിംഗ് ഇറ്റ്സ് മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാംസ്, അതായത് പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നുണ്ട്. അത് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ ഒരു പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും ഈ ഒരു കമ്മിറ്റിയുടെ ബാധ്യതയാണ് എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഇൻഫെക്ഷനെ തടയുക, അതിനെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുക, കൃത്യമായ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ, ഗവേഷണങ്ങളോ അതുപോലെ പഠനങ്ങളോ നടത്തുക. ഇതെല്ലാം ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ബാധ്യതയിൽ വരുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അവിടെ ഒരുപാട് പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാമുകൾ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റി നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കമ്മിറ്റിയുടെ ഒരു ബാധ്യതയാണ് എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഇൻഫെക്ഷൻസിനെ തടയുക, നിയന്ത്രിക്കുക, അതുപോലെ കൃത്യമായ മോണിറ്ററിംഗ്, കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുക, റിപ്പോർട്ടിംഗ്, ഇപ്പൊ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻസ് നടത്തുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇത് ആ ഒരു ഭാഗം ക്ലിയർ ആയില്ലേ? കമ്മിറ്റിയുടെ ലയബിലിറ്റി ആണ്, ലയബിൾ ആണ്, അല്ലെങ്കിൽ അവരുടെ ബാധ്യസ്ഥത അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകളെയാണ് കേട്ടോ പഠിക്കുന്നത്. അതില് ഫസ്റ്റ് വൺ ആണ് ചെയർപേഴ്സൺ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ആ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഒരു സ്ഥാപനത്തിന്റെ ഹെഡാണ് നമ്മുടെ ഇവിടെ ചെയർപേഴ്സൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. മെമ്പർ സെക്രട്ടറി സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരിക. പിന്നെ ഈ ഒരു കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ ഉള്ള പ്രതിനിധികളാണ് അതിലെ മെമ്പേഴ്സ് ആയിട്ട് വരിക. അതുപോലെ റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. സപ്പോർട്ട് സർവീസസ്, ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് സർവീസസ് ആണ് OT. എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ആണോ? പഠിച്ചാണോ? ഇതൊക്കെ ആണ്. ഓക്കെ. CSSDO, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, ഒരു മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെല്ലാവരും സപ്പോർട്ടീവ് സർവീസുകൾ വരുന്നതാണ്.
Then അവിടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും എന്തിൽ വരുന്നതാ, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന ആളുകളാണ്. ഇതിന്റെ ആ ഒരു മെമ്പേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് എന്ന് ചോദിക്കാം. അപ്പൊ ആരുടെയൊക്കെ പേര് പറയണം? ആരുടെയൊക്കെ പേര് പറയണം? ഇപ്പോഴേ തന്നെ ഒന്ന് പഠിച്ചു പോവാട്ടോ. ചെയർപേഴ്സൺ ഉണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ട്, സപ്പോർട്ട് സർവീസസ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും ആളുകൾ അടങ്ങുന്നതാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിലെ ഹെഡിനെയാണ് നമ്മൾ ചെയർപേഴ്സൺ ആയിട്ട് വെച്ചിരിക്കുക. മനസ്സിലായോ? ആ ഒരു സ്ഥാപനത്തിലെ ഹെഡിനെയാണ് നമ്മൾ ചെയർപേഴ്സൺ ആയിട്ട് വെക്കുക. ഇനി മെമ്പർ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നത്. മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെയോ ഭാഗത്തു നിന്നുണ്ടാവുന്ന റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളാണ് മെമ്പേഴ്സ് ആയിട്ട് വരിക. അതുപോലെ റെലവന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ്, പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സപ്പോർട്ടിംഗ് സർവീസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അതുപോലെ തന്നെ CSST സെൻട്രൽ സ്റ്റോറേജ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റിൽ എന്താണ് സയന്റിസ്റ്റുകളാണ് നമ്മുടെ ഡ്രഗ്സ് എങ്ങനെയാണ് നമ്മുടെ ലിവിംഗ് സിസ്റ്റത്തെ ബാധിക്കുന്നത് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സ്റ്റഡിയൊക്കെ നടത്തുന്ന വ്യക്തികളാണ് ഫാർമക്കോളജിസ്റ്റ്. അതുപോലെ സ്റ്റോർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റും ഇതിന്റെ സപ്പോർട്ടിംഗ് സർവീസ് വരുന്ന കാര്യമാണ്. അതുപോലെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. ഇത്രയും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുവരെ വേഗം വായിച്ചു നോക്കി. അതിനുശേഷം നമ്മൾ റോൾസ് പറയുന്നുണ്ട് കേട്ടോ. ഇതൊരു റിപ്ലൈ ചെയ്യണേ. ഈ ഭാഗത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ വരാറുണ്ടേ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മള് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾസ് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട പങ്ക് എന്തൊക്കെയാണ്, ഒരു ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് പറയുന്നത് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലയബിൾ ഫോർ. അപ്പൊ നമ്മൾ പറഞ്ഞ ഓരോ ഹോസ്പിറ്റലിലും ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമുകൾ പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നടപ്പിലാക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത്തരം പ്രോഗ്രാമുകൾ എന്തിനു വേണ്ടി അല്ലെങ്കിൽ അത്തരം പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ബാധ്യത നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് ടു ഓവർസീ coordinate all infection control activities to ensure an effective program. എന്താ ഉദ്ദേശിക്കുന്നേ? ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലിൽ ഈ ഒരു ടീം അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്മിറ്റി അത് നടപ്പിലാക്കുമ്പോൾ ആ കൃത്യമായിട്ട് ആ ഓരോ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നത്, ശരിയായ കോർഡിനേറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ടോ, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണോ അവിടെ നടത്തുന്നത്. നമുക്കറിയാം ഓരോ പ്രോഗ്രാംസ് തയ്യാറാക്കുമ്പോഴും അതിനുള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയാണ് അവർ ഓരോ പ്രോഗ്രാമും തയ്യാറാക്കുന്നത് അല്ലെ. ഓരോ ഏരിയാസിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാംസ് തയ്യാറാക്കും. അതിനുള്ളിൽ ഉൾപ്പെടുന്ന ഒരുപാട് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും ഉണ്ടാവും. അപ്പൊ ഈ എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും വളരെ കൃത്യമായിട്ട് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ
രീതിയിൽ അവിടെ നടപ്പിലാക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റീവ് ആ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ നടപ്പിലാക്കുന്ന എല്ലാ പ്രോഗ്രാംസും വളരെ എഫക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലാണോ, അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ, അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അവിടെ ഉറപ്പുവരുത്തേണ്ടതും കൃത്യമായ മേൽനോട്ടം വഹിക്കേണ്ടത് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യണം, അവര് അവിടെ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ പ്രോഗ്രാമുകൾ തയ്യാറാക്കണം. ആ പ്രോഗ്രാമുകളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയാണ് അവർ ഓരോ പ്രോഗ്രാമും തയ്യാറാക്കുന്നത്. പ്രോഗ്രാം ഒക്കെ തയ്യാറാക്കിയ മാത്രം പോലെ അത് നടപ്പിലാക്കുന്നു അല്ലെ. അപ്പൊ അത് നടപ്പിലാക്കി ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഇൻഫെക്ഷനെ തടയാൻ പറ്റണം അല്ലെ. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും ഈ പ്രോഗ്രാമിന് കീഴിൽ ചെയ്തു വരുമ്പോൾ അത് വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നമുക്ക് അവിടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഓരോ മേഖലയിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് മേൽനോട്ടം വഹിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം അവിടെ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് സാധിച്ചോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മേൽനോട്ടം വഹിക്കേണ്ടത് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ ആണോ? അത് എല്ലാവർക്കും ക്ലിയർ ആണോ? എങ്കിൽ അടുത്തയിലേക്ക് പോവാം. ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ഇപ്പൊ ഈ നോസോകോമിയൽ എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ സാംക്രമിക രോഗശാസ്ത്രം, അതായത് ഇതൊരു മെഡിസിനൽ ബ്രാഞ്ച് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ഇതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ അക്വയർഡ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പരിശോധനകളും ഒരു പഠനവും ഒക്കെ നടത്താണ്. അതായത് ഏതൊരു രോഗം വന്നാലും നമുക്ക് പെട്ടെന്ന് അതിനൊരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റില്ല അല്ലെ. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ ഒരു പഠനവും നിരീക്ഷണവും ആവശ്യമാണ്. ശരിയല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഓരോ കേസുകൾ പുതിയതായിട്ട് വരുന്ന ഓരോ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് എന്താണ്, ഏത് കേസാണെന്ന് ആദ്യമായി തന്നെ ഐഡന്റിഫൈ ചെയ്യും അല്ല. അതാണ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഏത് കേസാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് മറ്റു ഡേറ്റാസ് അനാലിസിസ് ചെയ്യുന്നു. അതിലൂടെ ഈ ഇൻഫെക്ഷനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ, ഇൻഫെക്ഷന്റെ വ്യാപനം എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിനുവേണ്ടി കൃത്യമായ പഠനങ്ങൾ നടത്തുകയും വന്നിരിക്കുന്ന രോഗികൾ, അതായത് ഈ ഇൻഫെക്ഷനോട് കൂടി വന്നിരിക്കുന്ന രോഗികളെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. അങ്ങനെ നിരീക്ഷിക്കുമ്പോഴല്ലേ ഇവരുടെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇവരിലേക്ക് അത് എത്തിയിരിക്കുന്നത്, എങ്ങനെ ഇവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അല്ലാതെ ഒരു പെട്ടെന്ന് ഒരു രോഗം വന്നു അവർക്ക് ഉടനെ തന്നെ നമുക്ക് ഇന്ന രീതിയിലാണ് പകരുന്നത്, അപ്പൊ നിങ്ങൾ ഈ ഒരു മരുന്ന് കഴിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തി ഒരുപാട് നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൃത്യമായ ആ ഒരു രോഗത്തെ എന്ത് ചെയ്യുക, ആ ഒരു പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ആ ഇൻഫെക്ഷ്യസ് ഏജൻസ് എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് കേസസ് ആണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെയാണ് അത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്, ഏത് ടൈപ്പ് ഓഫ് സിംറ്റംസ് ആണ് അവർ കാണിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് അതിന്റെയുമായി ബന്ധപ്പെട്ട മറ്റു ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ വ്യാപനം എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു നിരീക്ഷണം അവിടുത്തെ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെ ഓർഗനൈസ് ചെയ്ത ആ ഒരു മോണിറ്ററിംഗ് നടത്തുമ്പോൾ ആ പേഷ്യൻസിനെ നമ്മൾ കൃത്യമായിട്ട് അവരുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയും അതിലൂടെ നമുക്ക് ആ ഒരു രോഗത്തെ കുറിച്ച് വ്യക്തമായ ഡേറ്റാസ് കളക്ട് ചെയ്യാനും അതിനനുസരിച്ച് പിന്നീട് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പിന്നീടുണ്ടാവുന്ന മറ്റുള്ള അതേ കേസുകളുമായി ബന്ധപ്പെട്ട പല ഇൻഫെക്ഷൻസിനെയും നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ. തേർഡ് വൺ ആണ്
participate with pharmacy to develop a program, supervise the use of anti-infection drugs. അതുപോലെ തന്നെ ഫാർമസിയുമായിട്ട് എന്ത് ചെയ്യുക, ശരിയായ രീതിയിൽ ഒരു പാർട്ടിസിപ്പേഷൻ നടത്തുകയും അതിലൂടെ ടു ഡെവലപ്പ് എ പ്രോഗ്രാം, സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി-ഇൻഫെക്ഷൻ ഡ്രഗുകൾ. നമുക്ക് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ അതിന് വേണ്ടി പ്രതിരോധമായിട്ട് കഴിക്കുന്ന പല മരുന്നാണ് അല്ലെ ആന്റി-ഇൻഫെക്ഷൻ ഡ്രഗുകൾ. അത്തരം ഡ്രഗുകളുടെ ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനായിട്ട് ഫാർമസിയുമായി ഒരു പങ്കാളിത്തം വെച്ചുകൊണ്ട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുകയും ആളുകൾക്ക് അതിനുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുകയും ഏതൊക്കെ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകൾ ഓരോ ഇൻഫെക്ഷനും വന്നാലും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത്, അങ്ങനെ അതിന്റെ ഉപയോഗം എത്രത്തോളം ആയിരിക്കണം അല്ലെ, കൃത്യം ഓരോ മരുന്നുകൾക്കും അതിൻ്റെതായ യൂസ് ഉണ്ട് അല്ലെ, അതിൻ്റെതായ കൃത്യമായ ഡോസുകളിലേക്ക് അല്ലെങ്കിൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. ശരിയല്ലേ? അപ്പൊ അത് പേഷ്യൻസിനും കൂടി അതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, വേണ്ടേ? നമ്മൾ ചില ആന്റിബയോട്ടിക്സ് ഒക്കെ കിട്ടുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇത്ര ദിവസം ഇത്ര കോഴ്സ് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ചിലപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ ഒരു കോഴ്സ് കൂടി ചെയ്യേണ്ടതായിട്ട് വരും, ഇല്ലേ? അപ്പോഴേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു വരുന്ന പേഷ്യൻസിനാണെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഏതൊക്കെ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകൾ യൂസ് ചെയ്യാം, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ കോഴ്സ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കാനും വേണ്ടി ഫാർമസിയുമായി ഒരു പങ്കാളിത്തത്തോടുകൂടി ഫാർമസിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ടീം പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഓരോ പേഷ്യൻസിനും അവർക്ക് ഏതൊക്കെ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകൾ കഴിക്കാൻ പറ്റും, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും മേൽനോട്ടം വഹിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആണോ? തേർഡ് വൺ മനസ്സിലായോ? ഓക്കെ. Then fourth one ആണ് make sure that patient care practices are appropriate to the level of patient risk. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട രീതികൾ. അപ്പൊ നമ്മൾ ഓരോ പേഷ്യൻസിനും ഓരോ രോഗാവസ്ഥയിൽ വരുന്ന ആളുകളായിരിക്കും അല്ലെ? അപ്പൊ അവർക്ക് കൊടുക്കുന്ന പരിചരണവും അതേ രീതിയിലായിരിക്കണം, വേണ്ടേ? പേഷ്യൻസിന്റെ അപകട സാധ്യത അല്ലെങ്കിൽ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആണ് നമ്മൾ നടത്തേണ്ടത്. ശരിയല്ലേ? ഇപ്പൊ പലരുടെയും കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഒരേ രീതിയിൽ എല്ലാവർക്കും ഫോളോ ചെയ്താൽ അത് അവർക്ക് എഫക്റ്റീവ് ആകുമോ? ഇല്ല അല്ലെ? ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ആ ഒരു പരിചരണ രീതിയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവണം, വേണ്ടേ? എന്നാൽ മാത്രമാണ് അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ റിസ്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട അവരുടെ അപകട സാധ്യത എത്രത്തോളമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിന് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള രോഗി പരിചരണ രീതികളാണ് നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടത്. അങ്ങനെ വരുന്ന ഓരോ പേഷ്യന്റിനും അവരുടെ റിസ്കിനനുസരിച്ച് അവരുടെ ആ ഒരു പേഷ്യന്റ് റിസ്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപകട സാധ്യതയ്ക്ക് അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള രോഗി പരിചരണ രീതികളാണോ അവർക്ക് കിട്ടുന്നത് എന്ന് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ക്ലിയർ ആയോ? ഇത് ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ പറയുന്നത് check the efficacy of the methods of disinfection and sterilization and efficacy of systems. അതുപോലെ തന്നെ ഈ പറയുന്ന മെത്തേഡുകളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ? ഈ പറയുന്ന പ്രോഗ്രാമിലൊക്കെ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഡിസിൻഫെക്ഷൻ ചെയ്യുക, അണുമുക്തമാക്കുക അല്ലെ, സ്റ്റെറിലൈസേഷൻ ചെയ്യുക, നശീകരണം ചെയ്യുക, അതെല്ലാം ഈ ഒരു മെത്തേഡിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ പല പല സംവിധാനങ്ങളും പല പല പ്രോഗ്രാമുകളും ഒക്കെ നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യക്ഷമത എത്രത്തോളമാണ് ഈ ഒരു മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് അവിടെ അണുവിമുക്തമാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അണുനശീകരണം നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഫലപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണ്ടേ?
പരിശോധിക്കണ്ടേ? ഇത് നടപ്പിലാക്കിയിട്ട് പോന്നാൽ മാത്രം പോരാ അല്ലെ? കൃത്യമായിട്ട് പരിശോധനകൾ നടത്തണം. ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന ഏരിയാസ് ഓക്കെ ആണോ? സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളും വളരെ കാര്യക്ഷമമായിട്ടാണോ ഈ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്ന് എന്ത് ചെയ്യുക? പരിശോധനകൾ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? 5th പോയിന്റ് ക്ലിയർ ആയോ? Okay, 6th one പറയുന്നത് develop to enhance hospital cleanliness, taking part in development and provision of teaching programs for the medical, nursing and associated health personnel as well as other categories of staff. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലെ കൃത്യമായി ബന്ധപ്പെട്ട് അല്ലെ ക്ലീനിനെസ്സുമായി ബന്ധപ്പെട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ടീച്ചിങ് പ്രോഗ്രാമുകൾ, അതായത് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, നഴ്സിംഗ് സ്റ്റാഫുകൾക്ക്, അതുമായി ബന്ധപ്പെട്ട് മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് പേഴ്സണൽസ് അല്ലെങ്കിൽ ജീവനക്കാർക്ക്, അതുപോലെ ആസ് വെൽ ആസ് അതർ കാറ്റഗറീസ് ഓഫ് മറ്റ് കാറ്റഗറിയിലുള്ള സ്റ്റാഫുകൾക്കെല്ലാം ഒരു ഹോസ്പിറ്റൽ എങ്ങനെ വളരെ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കാം അല്ലെങ്കിൽ വൃത്തിയുള്ളതായിട്ട് നിലനിർത്താം, അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുകയും ടീച്ചിങ് പ്രോഗ്രാംസ് ഉണ്ട്. എങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? ഒരു വ്യക്തികൾ മാത്രം വിചാരിച്ചത് കൊണ്ട് നമുക്ക് അവിടെ ആ ഒരു ക്ലീനിനെസ്സോ കാര്യങ്ങളോ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് വൃത്തിശുചിത്വം, വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഹോസ്പിറ്റലിലെ ആ ഒരു ക്ലീനൻസ് അല്ലെങ്കിൽ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് നൽകുകയും ചെയ്യുക. അതൊക്കെ ആ ഹോസ്പിറ്റൽ, മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽസിനും അതുപോലെ തന്നെ മറ്റു കാറ്റഗറിയിലുള്ള സ്റ്റാഫുകൾക്കും ആര് നൽകണം? ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് ആ ഒരു ടീച്ചിങ് പ്രോഗ്രാമുകൾ എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും. ക്ലിയർ ആണോ? 6th പോയിന്റ് ക്ലിയർ ആയോ? Okay. Last point, provide expert analysis and leadership assistance for smaller institution. ഇനി ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ചെറിയ സ്ഥാപനങ്ങൾ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമോ കമ്മിറ്റിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യാം? അവരോട് സഹായങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം? ലഭിക്കാം. എക്സ്പേർട്ട് ആയിട്ടുള്ള വളരെ വിദഗ്ധമായിട്ടുള്ള വിശകലനങ്ങള്, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, നേതൃത്വവുമായി ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള വിശകലനങ്ങളോ നേതൃത്വ സഹായങ്ങളോ ഒക്കെ എന്ത് ചെയ്യാം? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ആ ഒരു ടീമിന്റെ റോൾ ഒന്ന് വേഗം വായിച്ചു നോക്കി. 7 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റോൾ ഓഫ് ദി ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോള് ചോദിക്കാറുണ്ട് കേട്ടാ. അത് ഇമ്പോർട്ടന്റ് ആണ്. റോൾസ് പഠിച്ചു വെക്കണം കേട്ടാ. ഇൻക്ലൂഡഡ് ആയത് ഇത്, അല്ലാത്തത് ഇത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ ഇത്? ഓക്കെ അല്ലേ? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോള്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവല്ലോ. നെക്സ്റ്റ് വൺ ആണ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്. ഇവിടെ ഹാൻഡ് വാഷിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റെപ്സ് ആണ്. ഇത് നമ്മുടെ അവയർനെസിന് വേണ്ടി തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം കിടന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഹാൻഡ് വാഷിംഗുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്ന രീതിയിലേ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതില് ഇത് ആദ്യം വായിക്കുന്നതിന് മുൻപായിട്ട് കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കുന്നതായിരിക്കും. അതിനുശേഷം അത് വായിച്ചാൽ പോരെ? അതാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് പരിചയം വരാനായിട്ട് അല്ലെങ്കിൽ എളുപ്പം. ഇത് നമ്മുടെ ശരിക്കും നമ്മുടെ ഒരു അവയർനെസിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഒരു ഹാൻഡ് വാഷിംഗ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. കോവിഡിന്റെ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം എന്നുള്ളത്? ഇല്ലേ? ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ അധികം ഫോളോ ചെയ്യാറില്ലായിരിക്കും അല്ലെ? ഇങ്ങനെയൊന്നും ഫോളോ ചെയ്യാറില്ല എങ്കിൽ പോലും
നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ അത് കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പൊ അത് ഓരോന്നും ആ പിക്ചറിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? മിസ്സിന്റെ നോക്കുമ്പോ സ്ക്രീനിൽ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. ഓക്കെ, പിക്ചർ അനുസരിച്ച് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അതാണ് കുറച്ചുകൂടി എളുപ്പം. ആദ്യം നമ്മുടെ വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. വാട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ ഒന്ന് നനയ്ക്കുന്നു ഇല്ലേ? സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ കുറെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്, ചിലത് നമ്മൾ ചെയ്യാറില്ല. ഇനി അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസസ്. നമ്മൾ സോപ്പോ ലിക്വിഡോ ഒക്കെ എടുക്കാറുണ്ട് അല്ലെ, ഹാൻഡ് വാഷിംഗ് ലിക്വിഡ്സ് ഒക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാൻഡ് സർഫസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള അത് നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്നു. ശരിയല്ലേ? അതിനുശേഷം റബ് ഹാൻഡ്സ് പാം ടു പാം. റബ് ഹാൻഡ്സ് എന്ത് ചെയ്യുന്നു? പാം ടു പാം. എങ്ങനെയാ പാം ടു പാം? ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാം ടു പാം എന്ത് ചെയ്യുന്നു? നമ്മൾ കൈ കൊണ്ട് ഹാൻഡ്സ് എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. ഇത് ശരിയായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിയാണ് കേട്ടോ പറയുന്നത്. ശരിയായ ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതിയാണ്. അതിനുശേഷം നെക്സ്റ്റ് അപ്പൊ നമ്മള് ഹാൻഡ്സ് പാം ടു പാം എന്ത് ചെയ്തു? നല്ല രീതിയിൽ റബ്ബ് ചെയ്തു ഇല്ലേ? റബ്ബ് ചെയ്തോ? ഒന്ന് ചെയ്ത് നോക്കണോണ്ടോ ഇരുന്ന് കേട്ടോ? പറയുന്ന സമയത്ത് ഒന്ന് ചെയ്തു നോക്കാം. റബ്ബ് ചെയ്തു. ഇനി നേരെ തിരിച്ച് അടുത്ത എന്താ? റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോസം വിത്ത് ഇന്റർലേസ്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. എന്ത് ചെയ്യുന്നു? ഒരു കൈയുടെ മുകളില് ഒരു കൈ നേരെ വെച്ചിട്ട് അതിന്റെ മുകളില് അടുത്ത കൈ എന്ത് ചെയ്യുന്നു? കവർന്ന് വെക്കാണ് അല്ലെ, വിരലുകളുടെ ഇടയിൽ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കാണ്. ശരിയല്ലേ? അതിനുശേഷം അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിംഗേഴ്സ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്യും ഇല്ലേ? ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മള് നേരെ രണ്ട് കൈയും ഒരുപോലെ വെച്ചിട്ട് അല്ലെ, നേരെ വെച്ചിട്ട്, മറ്റേത് ഒന്നിന്റെ മുകളിൽ ഒന്നായിരുന്നു, ഇത് നേരെ വെച്ചിട്ട് രണ്ടിന്റെയും ഫിംഗേഴ്സ് തമ്മിൽ ഇന്റർലോക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെയും എന്ത് ചെയ്യുന്നു? പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്തിട്ട് പിന്നെയും റബ്ബ് ചെയ്യും. ശരിയല്ലേ? ഇനി ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ് വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. ഫിംഗേഴ്സ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് രണ്ട് കൈയുടെയും ആ ഒരു പാംസിന്റെ അവിടെ എന്ത് ചെയ്യുന്നു? ഫിംഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉരസുന്നു. ഇനി റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തമ്പ് ക്ലാസ്പിംഗ് റൈറ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. എന്ന് വെച്ച് കഴിഞ്ഞാല് ലെഫ്റ്റ് കൈയിലെ ലെഫ്റ്റ് തമ്പിന്റെ റൈറ്റ് പാം എന്ത് ചെയ്യുന്നു? ക്ലാസ്പ് ചെയ്ത് പിടിക്കുന്നത്, അത് ചുരുട്ടി പിടിക്കാണ്. അതിനുശേഷം അത് റബ്ബ് ചെയ്യുന്നു. നേരെ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും ചെയ്യുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡിന്റെ തമ്മിൽ നമ്മൾ ഇതേപോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടുവന്ന് ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റബ്ബ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ് ടുവേർഡ്സ് ദ ക്ലാസ്പ് ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. ഇവിടെ എന്താ ചെയ്യുന്നത്? നോക്കിയേ, നമ്മുടെ ആ ഒരു ഫിംഗേഴ്സിന്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം അല്ലെ, ആ ഒരു ഭാഗം നമ്മുടെ ലെഫ്റ്റ് പാമിന്റെ ആ ഒരു സെന്റർ ഭാഗത്താണ് റബ്ബ് ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ചു അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഹാൻഡിന്റെ ആ ഒരു റൈറ്റ് ഹാൻഡിന്റെ ആ ഒരു പാം ഏരിയ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ ഏരിയയിൽ പിന്നെയും നമ്മൾ റബ്ബ് ചെയ്യുന്നു. ഇത്രയും വരെയും കഴിഞ്ഞു. എല്ലാ ഏരിയയും നമ്മൾ കവർ ആക്കിയില്ലേ? കവറാക്കിയോ? ആക്കി. ഇനി ഇതില് റിസ്റ്റിന്റെ ഭാഗം കൂടി നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. റിസ്റ്റിന്റെ ഭാഗം കൂടി ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ റിസ്റ്റിന്റെ ഭാഗം കൂടിയൊക്കെ നമ്മളൊന്ന് ഉൾപ്പെടുത്തിയാണ് ചെയ്യാറ്. ഇനി അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗവും ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ക്ലീൻ ഹാൻഡ്സ് വിത്ത് വാട്ടർ അല്ലെ, വെള്ളം കൊണ്ട് നമ്മൾ കഴുകും. അതിനുശേഷം ഡ്രൈ thoroughly വിത്ത് എന്തെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പേഴ്സോ കാര്യങ്ങളോ ഉപയോഗിച്ചാണ് നമ്മളത് ഡ്രൈ ചെയ്യാറ്. സാധാരണയായിട്ട് നമ്മുടെ ടിഷ്യൂവോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ ഡ്രൈ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് കണ്ടിട്ടില്ലേ? നിങ്ങൾ വലിയ മോൾസിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. Then use towel to turn off faces. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഭാഗം വേറെ എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല. ശരിയല്ലേ? ഇനി വേറെ എവിടെയെങ്കിലും കൈ ടച്ച് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻസ് ഏജൻസ് വരാം, മൈക്രോബ്സ് കയറാം അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പൈപ്പ് തുറന്നു വെച്ചിരിക്കാം അല്ലേ? അപ്പൊ അത് അടയ്ക്കണമല്ലോ, അടയ്ക്കണ്ടേ? ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മൾ കൈ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൈ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂസോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു എന്ത് ചെയ്യാം? ആ ഒരു ഫേസറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ടാപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം. അല്ല എങ്കിൽ
ഇപ്പൊ ചില ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് ചെയ്യേണ്ടതായിട്ട് വരില്ല. നമ്മുടെ കൈ മുട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ് ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. കണ്ടിട്ടില്ലേ ഇത്? കണ്ടിട്ടില്ലേ? നമ്മുടെ കൈ മുട്ട് വെച്ച് നമുക്ക് അങ്ങനെ പല മോഡലുകൾ ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഹാൻഡ്സ് എന്തായി? സേഫ് ആണോ? മൈക്രോബ്സ് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഗ്ലൗസ് ധരിക്കുകയാണെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്തും ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് നമ്മുടെ സേഫ്റ്റിയും അവരുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഒരു അവയർനെസ് കിട്ടുന്നതിന് കൂടിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ പറയുന്ന കുറെ പോയിന്റ്സ് ഇതിലും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നമുക്ക് വായിച്ചു പോവാം. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ, എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡഡ് അല്ല കേട്ടോ, അത് പിക്ചറൈസ് ആയിട്ട് ഓരോന്ന് കാണിച്ചിരിക്കണമെന്ന് മാത്രമല്ലേ. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ടു ബി ടേക്കിംഗ് യുവർ ഹാൻഡ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ. നമ്മൾ ആവശ്യമുള്ള എമൗണ്ട് ഓഫ് സൊല്യൂഷൻ, ഹാൻഡ് വാഷിംഗ് സൊല്യൂഷൻ എടുക്കുന്നു, നമ്മുടെ ഹാൻഡ്സിൽ എടുക്കുന്നു. റബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്, പാം ടു പാം ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റബ് ചെയ്യുന്നുണ്ട്. back of the fingers to opposing palms with interlock അല്ലെ. നമ്മൾ ബാക്ക് ഫിംഗേഴ്സ് എടുത്ത് ഫിംഗേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇന്റർലോക്ക് ചെയ്ത് നമ്മൾ റബ് ചെയ്തു ഇല്ലേ. റൊട്ടേഷണൽ റബ്ബിംഗ് ചെയ്യുന്നുണ്ട് അല്ലെ. right thumb gripped with the left thumb and vice versa. ചെയ്തല്ലോ. Then rotational rubbing backward and forward with clasped fingers of right hand in palm left and the left palm and counterwise. നമ്മൾ നേരെ തിരിച്ചു ആ clasped fingers വെച്ച് നമ്മുടെ സെന്ററിൽ ഇത് ചെയ്തു അല്ലെ. Then rub both wrist rotationally. നമ്മുടെ രണ്ട് റിസ്റ്റുകളും നമ്മൾ റബ് ചെയ്ത് റൊട്ടേഷനിൽ റബ് ചെയ്തു. Rub nails by using a soft brush. ഇത് ഇപ്പോഴും നമുക്ക് സാധ്യമല്ല കേട്ടോ. സോഫ്റ്റ് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെയിൽസ് കൂടി റബ് ചെയ്യാം. അതുപോലെ തന്നെ വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി, നമ്മുടെ ഹാൻഡ്സ് എന്ത് ചെയ്യുന്നു? വളരെ ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് കഴുകുന്നു. ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് പ്രോപ്പർലി. അതാണ് മിസ് പറഞ്ഞത്. നമ്മുടെ കൈ മുട്ട് വെച്ചിട്ട് നമുക്ക് വാട്ടർ ടാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അതിനുശേഷം ഹാൻഡ്സ് എന്ത് ചെയ്യാം? ഡ്രൈ ചെയ്ത് ഉണക്കി നല്ല രീതിയിൽ സേഫ് ആയിട്ട് സൂക്ഷിക്കുക. ക്ലിയർ ആണോ? വേഗം ഒന്ന് നോക്കിയത് ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് അവയർനെസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നിന്ന് ആദ്യ ക്വസ്റ്റ്യൻ വരാവുന്നത് ഇതിൽ ഉൾപ്പെടുന്ന പോയിന്റ്സ് ഏതാണ് എന്ന രീതിയിൽ വരുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. റിയലി പോയിന്റ്സ് ഏതൊക്കെ ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ? ഓക്കെ ശരി. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ഭാഗമുള്ളൂ കേട്ടോ. ഇവിടെ വരെയുള്ളൂ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ മിസ് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഓൾറെഡി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇനി എടുക്കാനുള്ളത്? ഇനി എടുക്കാനുള്ളത് ഏതൊക്കെ ചാപ്റ്റേഴ്സാ? കഴിഞ്ഞ ക്ലാസ്സിൽ 13 പറഞ്ഞിരുന്നു അല്ലെ. വില്ലേജ് വേസ്റ്റ് അല്ലേ? ഓക്കെ 13 എടുക്കാനുണ്ട്. പിന്നെ ഏത് ചാപ്റ്റർ എടുക്കാനുള്ളത്? ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാത്തത് 15 എന്ന് പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ആണ് ഉദ്ദേശിക്കുന്നത്. ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ല അല്ലെ. ഓക്കെ മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തില്ലേ? 6th എടുത്തിട്ടില്ല. ഓക്കെ 13, 15, 3 ആണ് അല്ലെ. 3 ലബോറട്ടറി സർവീസ്, 15 എടുത്തു. ഡയറ്ററി സർവീസോ? ശരി. ഇതില് മെഡിക്കൽ ടെർമിനോളജി എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? വെന്റിലേറ്റർ എടുത്തിട്ടില്ലേ? വെന്റിലേറ്റർ ഫസ്റ്റ് മോഡ്യൂൾ ആയിരുന്നില്ലേ? എടുത്തിട്ടില്ല. ഓക്കെ ശരി. ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ പോർഷൻസ് തീർന്നില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഓരോ ടീച്ചേഴ്സിനെയും കഴിയുന്നതിനനുസരിച്ച് കയറാൻ വേണ്ടിയിട്ടാണ്. പ്രിഫിക്സ് വരെ കംപ്ലീറ്റ് ആണോ മെഡിക്കൽ ടെർമിനോളജിയിൽ? സഫിക്സ് തുടങ്ങി എടുക്കണം, അങ്ങനെയാണോ പറയുന്നത്? നെക്സ്റ്റ് ക്ലാസ്സിലെ മിസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ പ്രിഫിക്സ് വരെ കംപ്ലീറ്റ് ആണ്, സഫിക്സ് തുടങ്ങി എടുക്കണം, അതല്ലേ ഉദ്ദേശിച്ചേ? ഓക്കെ ശരി. ഇപ്പോ ടീച്ചേഴ്സുമായിട്ടൊന്ന് ചോദിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഇതിൽ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്സിന്റെ പോർഷൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഏതാണോ എടുക്കാത്ത ചാപ്റ്റേഴ്സ് അത് ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ താങ്ക് യു.